എക്സ്പോകളുടെ ഒരു കാലമാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഏജൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പോകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റ് ഗ്ലോബൽ ഒരു ഇൻഹൗസ് എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നു, ഫ്രം അപ്ലിക്കേഷൻ ടിൽ പോസ്റ്റ് അറൈവൽ സർവീസസ്. ഇതൊരു ജേർണിയാണ്, ഒരു 2 to 3 months എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഇതിൻ്റെ കൺസൾട്ടേഷൻ, ഇതിൽ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളും സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഹൗസ് എക്സ്പോ നടത്തുന്നതുകൊണ്ട് മാറ്റ് ഗ്ലോബൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് മൾട്ടിപ്പിൾ കൺട്രികളിൽ നിന്നായിട്ട് 20-ലധികം യൂണിവേഴ്സിറ്റികളുടെ ഡെലിഗേറ്റ് നമ്മുടെ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള, ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് അവരുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റിന് അടുത്ത് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ അസസ്മെൻറ്റ് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പോട്ട് ഓഫർ ലെറ്റർ കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റി വരെ നമ്മൾ അന്നേടയിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് 10-ലധികം ബാങ്കുകളും NBFCകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ലോൺ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, സ്റ്റുഡൻസിൻ്റെ മെയിൻ കൺസേൺ അല്ലെങ്കിൽ പാരൻസിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം ബാങ്കുകളും NBFCകളും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കൊളാറ്ററൽ വെച്ചിട്ടും കൊളാറ്ററൽ വെക്കാണ്ടൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇവൻറ്റിൻ്റെ ഭാഗമാവുന്നുണ്ട്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും പല സ്റ്റുഡൻസിനും. ഇപ്പോൾ സ്പെഷ്യലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയൊക്കെ ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ഒരു ഇവൻ്റാണ് നമ്മൾ അതിൻ്റെ ലോഞ്ചിങ് പ്ലാൻ ചെയ്യുന്നത്. ഓവർസീസ് എഡ്യൂക്കേഷന് പോകുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു ഗ്രാജുവേഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളെ ഒരു ഒരു പ്രൊഫഷണലാക്കി മാറ്റുക, ആളെ ഒന്നുകൂടെ എംപ്ലോയബിൾ ആക്കി മാറ്റുക എന്ന് പറയുന്നതിന് അതിൻ്റെ ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനിഷിംഗ് സ്കൂൾ കോഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അന്ന് ഈ എക്സ്പോയിൽ നമ്മളത് ലോഞ്ച് ചെയ്യുന്നു. നമ്മൾ ത്രൂ ഈ എക്സ്പോയിൽ പങ്കെടുത്ത് പുറത്തേക്ക് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫെസിലിറ്റിയും കൂടെ അവൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടാണ്ട് അവരുടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫോറക്സ് ഡെസ്ക് അന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രാവൽ ഡെസ്ക് ഇൻക്ലൂഡിങ് ടിക്കറ്റിംഗ്, അവരുടെ ഇൻഷുറൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരത്തിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവരുടെ ടൈമിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വലിയൊരു എമൗണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഈ ഒരു ഏജൻസി എത്രത്തോളം ക്രെഡിബിൾ ആണ്, ഇത്തരത്തിലുള്ള അവരുടെ പാരൻസിൻ്റെ കൺസേൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെയിലി ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അവർക്കും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ തങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിൽ കണ്ടിട്ട് തന്നെ ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റും.